ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. ഞാനായിട്ട് വിന്ദു പറഞ്ഞു ഞാൻ സിംഗിളെ കമ്മിറ്റാണ് നിനക്ക് എന്താടാ എന്ന് പറഞ്ഞിട്ട് പോയി. അയ്യോ ഞാൻ ആക്ടറാണ്, ആരാ എനിക്ക് എന്താക്കണമെന്ന് വിന്ദു കന്തിക്കാതെ പോയി. ഇത് കേട്ട് ജിന്നിക്ക് കൺഫ്യൂസ് ആയി. ഇവൾക്ക് എന്താ ഞാൻ വേൾഡ് ഫാൻസ് ജിന്നാണല്ലോ, ഇവൾക്ക് എന്നെ പിടിച്ചിട്ടില്ലേ, ശരി ഇവൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു പോയി. ഷുഗർക്ക് ഇവൾ എന്നെ കണ്ടിട്ട് ഒന്നും റിയാക്ഷൻ ഇല്ലല്ലോ. ശരി, കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർക്ക് രണ്ടുപേരെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേർ ഷുഗർ വന്ന് പ്രപ്പോസ് ചെയ്ത് അത് വിന്ദു പറയാൻ തുടങ്ങി എന്തല്ല ജാനു പറയാൻ തുടങ്ങി. ഷുഗർ സോറി സർ എനിക്കതും പറ്റില്ലെന്ന്. അപ്പോൾ ഷുഗർ പോയിട്ട് വിന്ദുവിനെ പോയിട്ട് അല്ല എന്ത് അതിനായിട്ട് അവൾ ജാനിന് പോയിട്ട് ഷുഗർ പോയിട്ട് റിജിസ്റ്റർ മാരേജ് കഴിച്ചു. എല്ലാവരും വന്നായിരുന്നു. പിന്നെ ജാനുവിനെ ഇന്ത്യൻസ് അമ്പലത്തിൽ വെച്ച് രണ്ടുപേർ കല്യാണം വെച്ച് റിജിസ്റ്റർ ചെയ്ത് വന്നു. ജിന്നുക്ക് ഷോക്കായി. ഷുഗർ നീ എപ്പോഴാ മാരേജ് കഴിച്ച? അയ്യോ ഇവള് കേൾക്കുന്നില്ലല്ലോ, സമ്മതിക്കുന്നില്ലല്ലോ. വിന്ദു പ്ലീസ് മാ എന്നെ അക്സെപ്റ്റ് ചെയ്. അക്സെപ്റ്റ് നോ എന്ന് വിന്ദു കണ്ട് കഥ പോയി. അങ്ങനെ വിന്ദു ഇവളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വിന്ദുക്ക് ഒരാൾ കൂടെ കല്യാണം എടുക്കാൻ പോയിരുന്നു. വിന്ദു സാഡായിരുന്നു. ആ ചെക്കനിക്ക് ഹീറോയിൻ പ്ലാൻ ചെയ്തു, അവൾ മാരേജ് മുടക്കി. പിന്നെ വിന്ദു ഷുഗർ വന്ന് ജിന്ന് വന്ന് ആ മണ്ഡപത്തിലിരുന്ന് അവളെ വിന്ദുവിന് മാരേജ് കഴിച്ച്. അങ്ങനെയായിട്ട് കുറച്ച് പിന്നെ രണ്ടുപേർക്കും മാരേജ് ആയി. അവർ ഓൾറെഡി ബാക്കി ഷൂട്ടിങ് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. ബാക്കി മെമ്പേഴ്സ് ബാക്കി ആറം ജഹു പറയാൻ തുടങ്ങിയടാ നമ്മൾക്ക് ആരെ കൂടെയുടെ മാരേജോ അവർക്ക് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടുപേർ ആർച്ചാക്കുമ്പോൾ രണ്ട് ഗേൾസിന് ഓർമ്മ വന്നു, അയ്യോ ഞാൻ പോവാന്ന്. എന്നിട്ട് ഹീറോയി പറയായിരുന്നു രണ്ടുപേർക്ക് കഥയാണ് മാരേജ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് ആറം ഓടിപ്പോയി. ഓടിപ്പോയി നയൻതാരൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. നയൻതാരക്ക് കല്യാണമായിരുന്നു. താരക്ക് വേജറേസോടെ ഈ കല്യാണത്തിൽ എങ്ങനെ ആറം സ്റ്റോപ്പ്, ഞാൻ എൻ്റെ വൈഫിനെ നിങ്ങൾ കല്യാണം കഴിക്കും. അവർക്കെല്ലാം ഷോക്കായിരുന്നു. വൈഫാ? അതെ എൻ്റെ ലവറാണ്. ഞാനായിട്ട് പറഞ്ഞു പറയായിരുന്നു. അങ്ങനെ ആ മാരേജ് മുടക്കി അതിനെ ആറും കല്യാണം കഴിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഹോബി ഓടിപ്പോയി. ഹോബി നോക്കുമ്പോൾ മേഘനക്ക് മാരേജ് നടക്കാൻ പോയത്. മേഘന സ്റ്റോപ്പ്, ഈസ് മൈ വൈഫ്. എങ്ങനെയോ മേഘനക്ക് കല്യാണം കഴിപ്പിക്കുന്നത്. മേഘനക്ക് ഹാപ്പിയായി. മേഘന ജേഹപ്പും കൂടെ ബായ് ബായ് എന്ന് ഓടിപ്പോയി. അങ്ങനെ ആയിട്ട് നെക്സ്റ്റ് ജിമ്മിനിക്ക് നമുക്ക് എത്താം. ഇപ്പോൾ ജിമ്മിന് ഹീറോ, മെയിൽ ക്യാരക്ടർ ഹീറോ, ഫീമെയിൽ ക്യാരക്ടർ ഹീറോയി, അങ്ങനെ ഇങ്ങനെ ഹീറോയിൻ്റെ നോക്കാം. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, എന്തോ ഒരു സംഭവം ഇവിടെ, എല്ലാവരും ഓടി ഓടി കല്യാണം കഴിക്കുക. അങ്ങനെ ഹീറോയുടെ ഡാഡി അമ്മു എന്താ ഡാഡി അമ്മ ഐസ് വെക്ക, നിനക്ക് കല്യാണം അമ്മു. കല്യാണമാണോ അമ്മു? അച്ഛ അപ്പോൾ നെക്സ്റ്റ് കാര്യം എനിക്ക് ആരെ കൂടെ ഓടി പോനെയാവും? അതൊന്നും പറ്റില്ല, അച്ഛൻ കാട്ടെ ചെക്കനെ തന്നെ കല്യാണിക്കും. ആരും വന്ന് പ്രപ്പോസ് ചെയ്താൽ അച്ഛനും കാല. അങ്ങനെയിട്ട് ഈ ജിമ്മിന് എൻ്റെ മേലെ കുറേ നേരം എൻ്റെ പുറകെ നടക്കുക. കുറേ നാളായി ഇവൻ അച്ഛൻ ചെയ്യാൻ കല. ഒരേ ഐഡലാണ്. അവർ ലൂസുമാർ അവിടെ അക്സെപ്റ്റ് ചെയ്തു. എങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ കലാന്ന് ഹീറോയും മണ്ഡപത്തിൽ ഇരുന്നായിരുന്നു. അങ്ങനെ കല്യാണം നടന്നായിരുന്നു. ഓക്കെ ബേബി എന്ന് ചോദിച്ചത് എല്ലാം കഴിഞ്ഞ പിന്നെ കല്യാൺ ചെക്കന് കുറേ ഫുഡെല്ലാം കഴിക്കാൻ കൊടുക്കുമെന്ന് അപ്പം കേട്ടായിരുന്നു. ഓക്കെ ബേബിയാ, ഈ വോയിസ് ഇവിടെ കേട്ട മാതിരിയാന്നല്ലോ എന്ന് തിരിഞ്ഞ് ജിമ്മിനായിരുന്നു. എങ്ങനെയുണ്ട് സർപ്രൈസ് അമ്മാങ്ങത്തോലെ. എടാ നീയാണോ എൻ്റെ ഹസ്ബൻഡ്? ഹസ്ബൻഡാണ്. എങ്ങനെടാന്ന് സംഭവിച്ച? ഇപ്പം റിയാക്ഷൻ ആക്കാണ്ട. ഇപ്പം നിൻ്റെ അമ്മ വന്നു. അമ്മ അത് ശരി ഓക്കെ. അങ്ങനെയായിട്ട് ഹീറോയിൻ ജിമ്മിനകത്ത് പോയി. എന്താ ഇതിൻ്റെ ഡ്രസ്സ് ഒന്നും മനസ്സിലാവില്ല. ശരി ഡ്രസ്സ് ചെയ്താൽ അങ്ങനെ ഷോർട്ട് ഡ്രസ്സ് ഇട്ട് വന്ന് ജിമ്മിന് ഇരുന്നായിരുന്നു. ഹീറോ വന്ന് ഡോർ തുറന്ന് നോക്കുക. ജിമ്മിൻ്റെ ഡ്രസ്സ് കണ്ട് ഷോക്കായി. നിങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സ് ഇട്ട് വന്നത്? എന്താ ഡ്രസ്സൊക്കെ എന്താ പ്രശ്നം? ഇല്ല എല്ലാവരും ഇങ്ങനെയുണ്ട്, മുണ്ട് ഷർട്ട് ഇട്ടിട്ട് ഇടുന്നത്. നീ പോയി സാരി അയച്ചു തരുന്ന എന്തിനാ? കുറച്ച് സംസാരിക്കാണ്, നിന്നെ കാണുന്നില്ല. എങ്ങനെ നിങ്ങളതിന് മാരേജ് ആക്സെപ്റ്റ്? അതില്ല, എനിക്ക് ഒരു ഡ്രീം വന്നായിരുന്നു. ഡ്രീമാ? അതെ, ഞങ്ങൾ ഡാൻസ് കളിച്ച റൊമാൻസ് ചെയ്ത് അത് എനിക്ക് ഡ്രീം വന്നിട്ടില്ലേ? ഇത് ആരോട് പറഞ്ഞ? റെഡ് ബുക്ക് ഉണ്ടായിരുന്നു. ആ റെഡ് ബുക്ക് ഇങ്ങനെ ആട്ടായിരുന്നു. ഇതെങ്ങനെ ഇവിടേക്ക് കിട്ടിയ? എങ്ങനെയുണ്ട്? കുറേ എഴുതിയിട്ടുണ്ടല്ലോ. ഓ അപ്പം നിനക്ക് എന്നെ പിടിക്കും. അങ്ങനെ പിടിക്കും. അറിയാതെ മാറി ചെയ്തായിരുന്നല്ലേ? ഇല്ല ജിമിൻ അത് താ. അങ്ങനെ ഇല്ല പിടിച്ചോ. അങ്ങനെ ജിമ്മിന് ഓടിപ്പോയാൽ രണ്ടുപേരും ഓടി കളിക്കാൻ തുടങ്ങി, പാഞ്ഞ് കളിക്കാൻ തുടങ്ങി. ഹീറോയിനെ പിടിച്ച് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടല്ലേ? അത് ഉണ്ട്. അതൊക്കെ അങ്ങനെ ഒന്നും അവർ
അവർ എല്ലാം ചെയ്തൊക്കെ അവർ നല്ല നൈറ്റ് എൻജോയ് ചെയ്തായിരുന്നു. ഇങ്ങനെ രണ്ടുപേർ തല്ലാക്കിയിട്ട് വീട്ടിൽ വെളിയിലുള്ളവർ എന്തടി നമ്മൾ സിംഗിൾസാണ്, ഇവളെന്താ ചെയ്യുന്നറിയില്ല അങ്ങനെയായിട്ട് പറഞ്ഞ് അവരുടെ ഗേൾസ് ബാക്കി ഗേൾസ് കല്യാണം കഴിക്കാത്ത ബാക്കി ഗേൾസുടെ 2 പേരാണ് ബാക്കിയുള്ളത്. എന്താടി ഇവിടെ നടക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനായിട്ട് 2 പേരും പറഞ്ഞിട്ട് പോയി. അങ്ങനായിട്ട് എന്തോരം കഷ്ടമാണ്. അങ്ങനെ റോസി ഹാർട്ടാട് ഞാൻ വഴി കൊടുത്ത് ഉറങ്ങുക. അങ്ങനെ റോസി പോയി. അങ്ങനെ വി പറഞ്ഞു, റോസിയാ ഇതാരാ പാടുന്ന? വി അല്ല, നെക്സ്റ്റ് മാരേജ് ഞങ്ങൾ കഴിച്ചോളാം. എന്ത് കഴിക്കുന്നതാ പോടായിരിക്കാം. എന്നിട്ട് ജാക്കൊക്കെ വന്ന്, അത് നീ ശരിയല്ലടാ, നിന്നെ ആരും കല്യാണം കഴിക്കില്ല, നീ ഭയങ്കര കുർത്തകടാണ്, നിന്നെ കല്യാണം കഴിച്ചാൽ എൻ്റെ വീട് കൊത്തിച്ചവരാവും, ഞാൻ പോകുന്നതെന്ന് എൻ്റെ ഫ്രണ്ട് ഓടി കീർത്തി. ഒറ്റ 2 പേര്. അങ്ങനെ 2 പേരും അച്ഛനമ്മ ഓക്കെ ജങ്കുക്കിനെ വീണ്ടും പിടിച്ചു. നിങ്ങൾക്ക് ഞങ്ങളെ മോള് വേണം, പോയിട്ട് നിങ്ങളെ ഡാഡി മോമിനെ വിളിച്ചോണ്ട് റെഡി. ഹലോ മോം ഡാഡി, അറിയാതെ സംസാരിച്ചു. ശരിടാ, ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ എത്തിക്കോളാം ഇന്ത്യക്ക്. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഇന്ത്യക്ക് എത്തി. 2 പേരൊക്കെ എൻഗേജ്മെൻ്റ്. 2 പേരും വീട് വാടി പോയി. അയ്യോ മക്നീസിൽ 2 പേര് മാരേജ് കഴിച്ചാൽ നമ്മൾ എത്തി കടവോ കെട്ടി. അത് 2 പേരും ബാജറാക്കിയായിരുന്നു, സാഡായിരുന്നു. എന്താണ് എങ്ങനെ മാരേജിന് മുങ്ങാ? അങ്ങനെയൊന്നും പറ്റില്ല. കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ അവർക്കും മാരേജായി. അയ്യ പോടായിരിക്കാൻ ഓളെ കണ്ടുക 2 പേരും ഐസ് വെച്ച്. എന്നിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇപ്പോൾ ബേബീസ് ഉണ്ടായിരുന്നു. എല്ലാവരും ബേബീസ് കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ ഞാൻ പറഞ്ഞിട്ട് സത്യമല്ലടി ഞാൻ പറഞ്ഞു. അതെ ഞാനിവിടെ ഫ്രിഡ്ജിൽ ബാനന വെച്ചിട്ടുണ്ടായിരുന്നു, മൊത്തം ബാനന ജ്യൂസ് അരച്ചിട്ട് വെച്ചായിരുന്നു. ഞാനൊരു കേക്ക് ആക്കുന്ന ആസന വെച്ചായിരുന്നുടി. എന്നിട്ട് ജങ്കുക്കൊരു വൈഫ് പറയായിരുന്നു, അതേടെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. വന്ന് നോക്കുമ്പോൾ ഒരു ബാനന ജ്യൂസ് ഇല്ല, മൊത്തം കാലിയാക്കില്ല. ഈ ഡാഡി പോണു. അതേടി ഞാൻ സ്ട്രോബെറി വെച്ച സ്ട്രോബെറിന് മൊത്തം കാലിയാക്കി. അങ്ങനെ 2 പേർ കൺഫ്യൂഷൻ കൊടുക്കായിരുന്നു. സാരില്ലടി, കുട്ടികളാ എന്ത് വെളിയേറുന്നില്ല എൻ്റെ ഹസ്ബൻഡ്, കുട്ടിയും ഡാഡിയും. അതിനൊരു പറയായിരുന്നു, ശരിടി സാരില്ലടി. അങ്ങനെ ഹാപ്പി എൻഡിങ്.